നമസ്കാരം. കരിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ ബേക്കറിയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായി തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ടയുടൻ കടയ്ക്കൽ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സമീപത്ത് തന്നെ അഗ്നിശമന സേനയുടെ വാഹനം ഉണ്ടായിരുന്നത് വൻ അപകടം ഒഴിവായി. താലൂക്ക് ആശുപത്രി, കടയ്ക്കൽ പഞ്ചായത്ത് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ മാർക്കറ്റിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. കടയ്ക്കൽ ത്രിവേണി ബേക്കറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ആളുകൾക്കൊന്നും അപായമില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കടയ്ക്കൽ പോലീസും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഇപ്പോൾ കൃത്യമായ സമയത്ത് അതിനെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകല നടപടികളും സ്വീകരിച്ചിരുന്നു. ആയതിനാൽ ഇപ്പോൾ യാതൊരു വിധത്തിലുമുള്ള അപകടങ്ങൾ ആർക്കും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരും കടയ്ക്കൽ ലോഡിംഗ് തൊഴിലാളികളും രക്ഷാപ്രവർത്തകരും പോലീസ് സേനയിലെയും അതുപോലെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചെയ്ത് കടയിലെ സാധനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കടയിൽ നിന്നും സാധനങ്ങൾ പരിപൂർണമായിട്ട് എല്ലാവരും നാട്ടുകാരുടെയും ലോഡിംഗ് തൊഴിലാളികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടുകൂടി സാധനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുകയാണ്. അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ കടയ്ക്കൽ നിവാസികൾ എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കടയിൽ നിന്നും സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ രാവിലെ വന്നു ഇവിടെ കട തുറന്ന് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരു പുക അതിൻ്റെ അടുക്കള ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ ആളുകൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കും. ഗ്യാസ് ലീക്കായതാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ ഗ്യാസ് രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സിലെയും പോലീസിലെയും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഗ്യാസ് പുറത്ത് ത്രിവേണി ബേക്കറിയുടെ സിവിൽ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന ത്രിവേണി ബേക്കറിയുടെ ബാക്ക് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് ഇപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ ഗ്യാസാണ് ലീക്കായിട്ടുള്ളത്. ആ ഗ്യാസ് ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏകദേശം വലിയ അപകടനില തരണം ചെയ്തു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.